ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. 10 വിഷയങ്ങൾ പഠന വിധേയമാക്കി തുടർച്ചയായി ഈ യൂട്യൂബ് ചാനലിൽ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, പ്രകൃതിയിൽ ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം എന്തുമാത്രം പ്രാധാന്യമുണ്ട്, എന്തുമാത്രം അതില് നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ്. പരിശുദ്ധ ഇസ്ലാം മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം തന്നെ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ഈ ലോകത്തേക്ക് അയക്കുന്നത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഈ പ്രകൃതിയിൽ മനുഷ്യന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്നത്. ആ പരിപാലിക്കുന്ന സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിലെ കേന്ദ്ര ബിന്ദുവായി ഈ ലോകത്തേക്ക് നിയമിക്കുന്നത് ഒരേ ഒരു ജീവിയെയാണ്, അത് മനുഷ്യനെയാണ്. ഈ ലോകത്ത് വലുപ്പത്തിൽ ഒരുപക്ഷെ ആനയെ പോലെ വലിയ ജീവികളുണ്ട്, അതുപോലെ ശൗര്യത്തിൽ സിംഹത്തെ പോലെ ശൗര്യമുള്ള ജീവിയുണ്ട്, ഭാരത്തിൽ തിമിംഗലത്തെ പോലെ വലിയ ജീവികളുണ്ട്, പല വിഷയങ്ങളിലും സ്മെല്ല് പിടിക്കുന്നതിൽ നല്ല കഴിവുള്ള ജീവികളുണ്ട്, കേൾവിയിൽ നല്ല കഴിവുകളുള്ള ജീവികളുണ്ട്. പക്ഷേ പലതരം കഴിവുകളുള്ള ജീവികൾ കരയിലും കടലിലും കാട്ടിലുമായി ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്രബിന്ദുവായി അള്ളാഹു അവതരിപ്പിക്കുന്നത് മനുഷ്യനെയാണ്. അത് ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നിരീക്ഷിച്ചാലും നമുക്ക് കാണാൻ കഴിയും. കാട്ടിന് വനവകുപ്പ് മന്ത്രിയുണ്ട്, അതേസമയത്ത് കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് മറ്റുള്ളവരിൽ ഇടപെടുന്ന അങ്ങനെ ഒരു സംവിധാനമില്ല. മനുഷ്യൻ ഉപരിലോകത്ത് വരെ മനുഷ്യൻ എത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരു കേന്ദ്ര ബിന്ദുവാണെന്ന് മനുഷ്യന്റെ ജീവിതം പ്രപഞ്ചാടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കൃത്യമായി പരാമർശിക്കുന്ന രീതി ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പരാമർശത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സൂചിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു വിഷയം, ഈ പ്രപഞ്ചത്തിന്റെ ഒരു കെയർ ടേക്കർ അഥവാ പ്രപഞ്ചത്തെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടിയും മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു അധ്യാപനം ഇതിൽ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു മുസ്ലിം ജീവിക്കുന്ന സമയത്ത് അവനിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് എപ്പോഴും വിശ്വാസ്യത, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാകണം എന്നൊരു ബോധ്യം നൽകുന്നുണ്ട്. പരിശുദ്ധ ബഹുമാനപ്പെട്ട പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം. ഒരു ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വളരെ പ്രശസ്തമാണ് അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ എന്ന് പറഞ്ഞാൽ, ഒരു ഗുരുനാഥൻ തന്റെ ശിഷ്യന് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് എന്ന പേരിൽ പ്രശസ്തമായ ഒരു ഹദീസാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഅ് എന്ന ഹദീസ്. ഇതിന്റെ ആശയം, നിങ്ങൾ പ്രപഞ്ചത്തിലുള്ളവർക്ക് കരുണ ചെയ്യണം, എന്നാൽ ആകാശത്തിന്റെ കൂടി അധിപനായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന ഈ ഹദീസാണ്. ഈ ഹദീസ് സൂചിപ്പിക്കുന്നതും മനുഷ്യന് ഈ പ്രപഞ്ചത്തോടുണ്ടാകേണ്ട ഒരു സമീപനമാണ്. ഈ ഭൂമിയോട്, ഭൂമിയിലുള്ള എല്ലാവരോടും, എല്ലാറ്റിനോടും മനുഷ്യന്റെ സമീപനം ഇങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന സൂചനകൾ ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോ ഒരു സോഷ്യൽ പശ്ചാത്തലത്തോട്, സമൂഹത്തോട് മനുഷ്യന്റെ രീതി എന്തായിരിക്കണം, ഒരു ഈ ക്ലൈമറ്റ്, കാലാവസ്ഥയോട് മനുഷ്യന്റെ സമീപനം എന്തായിരിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചു തരുന്നതാണ് മനുഷ്യനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പരാമർശങ്ങളും എല്ലാം. മനുഷ്യന് ഖിലാഫത്ത്, ഇന്നി ജഅലുൻ ഫിൽ അർളി ഖലീഫ, ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നാണ്. ഈ പ്രതിനിധി എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രതിനിധി എന്നാണല്ലോ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട, അള്ളാഹു ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ പ്രപഞ്ചത്തിന് വളർത്തുക, റബ്ബ്, പരിപാലകൻ എന്നത്. ഈ പരിപാലകൻ എന്നതിലൊരു റോള് മനുഷ്യൻ ഏറ്റെടുക്കുകയും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടിയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മനുഷ്യന് സത്യത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൽ പങ്കില്ലെങ്കിലും, രാവുണ്ടാകുന്നതിലും പകലുണ്ടാകുന്നതിലും മനുഷ്യന് പങ്കില്ലെങ്കിൽ പോലും ആ രാവും പകലുമൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ രീതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വസിക്കണം, താമസിക്കണം, മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ ആ രീതിയിൽ സമീപിക്കണം എന്ന ഒരു ആശയം ഇതിൽ നിന്ന് നൽകുന്നത് കാണാം.
ഇനി രണ്ടാമതൊരു വിഷയം ബാലൻസ് ആൻഡ് ഹാർമണി ഇൻ ക്രിയേഷൻ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. ഈ ആകാശത്തിനെ അള്ളാഹു ഉയർത്തി നിർത്തിയിരിക്കുന്നു. ആകാശം ഈ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ പ്രപഞ്ചത്തിൽ ആർക്കും പങ്കില്ല, അള്ളാഹുവിനല്ലാതെ, സൃഷ്ടാവായ റബ്ബിനല്ലാതെ. ആ റബ്ബ് പറയുന്നു അവിടെ ഒരു മീസാൻ ഉണ്ട്, ഒരു ബാലൻസിങ് ഉണ്ട്. അല്ലാത്ത തോഫിൽ മീസാൻ, ആ മീസാനിൽ നിങ്ങൾ ഒരിക്കലും അതിക്രമം കാണിക്കരുത്. ബാലൻസിങ്ങിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പൊള്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, മലിനീകരണം ഉണ്ടാകുമ്പോൾ അത് ആ മീസാനിൽ, ആ ഒരു ബാലൻസിങ്ങില് ഇടപെടലാണ്, അതിനെ അതിന്റെ ക്രമീകരണത്തിൽ വീഴ്ച വരുത്തലാണ്, അപാകത ഉണ്ടാക്കലാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മുസ്ലിമായ ഒരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ഉപയോഗം. ഒരു സോഴ്സ്, നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ അത് അമിതമായി ഉപയോഗിക്കരുത്. ഭക്ഷണം, വെള്ളം, അതുപോലെ വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം മിതത്വത്തോടെ ഉപയോഗിക്കണം. അമിതമാകരുത്, നശിപ്പിക്കരുത്. അതെല്ലാം ഇനിയുമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കണം. നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഉപയോഗം ഒഴിവാക്കണം എന്നുകൂടി ഈ ആയത്തിന്റെയും ഈ അധ്യാപനങ്ങളുടെയും ഒക്കെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ this verse emphasize the importance of preserving the ecological balance. ഈ പ്രകൃതിയിലുള്ള ഈ ബാലൻസ് ഉണ്ടാകണം. അതുപോലെ പിന്നെ പ്രകൃതി പരിമിതിപ്പെടുത്തേണ്ട സ്ഥലത്ത് പരിമിതിപ്പെടുത്തണം. എല്ലാ വിഷയങ്ങളിലും നമ്മുടെ പരിസരം നശിപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ അന്തരീക്ഷം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നാം നടത്തരുത് എന്ന് ഈ അധ്യാപനം പറയുന്നു. ഈ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വശമാണ്, ഒരു വാഹനം ഉപയോഗിക്കേണ്ടിടത്ത് പോലും പൊള്യൂട്ടഡ് ആകാൻ സാധ്യമുള്ള, പൊള്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള വാഹനം ഉപയോഗിക്കുന്നിടത്ത് ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കണം എന്ന് ഈ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര പോലും സൂക്ഷിക്കണം എന്ന് ഇസ്ലാമിക അധ്യാപനം നമുക്ക് ഒരു മനുഷ്യന്, മുസ്ലിമിന് പ്രത്യേകിച്ചും നിർദ്ദേശം നൽകുന്നത് കാണാം. മൂന്നാമത്തെ ഒരു വിഷയം പ്രോഹിബിഷൻ ഓഫ് വേസ്റ്റ്ഫുൾനെസ്. ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കൽ ഉണ്ടാക്കരുത്, വേസ്റ്റ് ഉണ്ടാക്കരുത്. കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. സൂറത്തുൽ അഅറാഫ് 31-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് കുടിക്കാം, പക്ഷെ നിങ്ങൾ അമിതമാക്കരുത്. അമിതമാകുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ഈ അധ്യാപനം പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഒരിക്കലും അമിതമായി ഉപയോഗിച്ച് ഒന്നിനെയും നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് സോഴ്സുകൾ ഉപയോഗിക്കാം, സോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം, പക്ഷെ അത് നശിപ്പിച്ചു പോകരുത്. അത് വീണ്ടും വീണ്ടും ശോഷിച്ചു പോകുന്നതിന് പകരം വീണ്ടും പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് സമീപിക്കേണ്ടത്. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്താൽ ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി ഇട്ട് നശിപ്പിക്കാതെ കഴിയുമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിക്കുക, നശിപ്പിക്കരുത്. ഈ ഒരു സമീപനം ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, വെള്ളത്തിന്റെ വിഷയത്തിൽ, വെള്ളം അനാവശ്യമായി നമ്മൾ നശിപ്പിച്ച് കളയരുത്. വുളു ചെയ്യുമ്പോൾ പോലും ഒരു അംഗശുദ്ധീകരണം, ആരാധനയുടെ ഭാഗമായി നമ്മൾ മുഖം, കൈ, കാല് തുടങ്ങിയ ശുദ്ധീകരിക്കുന്ന അംഗശുദ്ധീകരണം, ഈ അംഗസ്നാനം, വുളു, ആ വുളുവിൽ പോലും 3 തവണ കഴുകണം എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 തവണയായി നിങ്ങൾ അമിതത്വം കാണിക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ സമീപനം. ഇത്ര പോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊന്നാണ്, നാലാമത്തെ ഒരു വിഷയമാണ് പ്രോഹിബിഷൻ ഓഫ് എൻവിറോൺമെന്റൽ ഹാം. നിങ്ങൾ ഈ ഫസാദ് ഉണ്ടാകരുത്, നശിപ്പിക്കലുകൾ ഉണ്ടാകരുത്. നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ പശ്ചാത്തലം നശിപ്പിക്കാതിരിക്കുക. അതിനുവേണ്ടി പരിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. നിങ്ങൾ ഭൂമി വളരെ പരിപോഷിച്ച് നിൽക്കുന്നതിന് ശേഷം നിങ്ങൾ അത് നശിപ്പിക്കാൻ പോകരുത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ, മരങ്ങൾ, അതുപോലെ പിന്നെ അത്തരം സംഗതികൾ നശിപ്പിച്ചു കളയരുത്. നിരുത്തരവാദപരമായി മരങ്ങൾ നശിപ്പിച്ചു കളയുക, ആൾക്കാർക്ക് തണലേകുന്ന മരങ്ങൾ നശിപ്പിക്കുക, മൃഗങ്ങളെ അനാവശ്യമായി കൊന്നു നശിപ്പിക്കുക, ഇത്തരം സംഗതികൾ ചെയ്യരുത്. ഒരു കോഴിയെ മനുഷ്യന് ഭക്ഷിക്കാം, പക്ഷെ കോഴിയെ നശിപ്പിക്കാൻ പാടില്ല. അനാവശ്യമായി അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമികമായ ആശയം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ആശയം. ഈ രീതിയിൽ മനുഷ്യൻ പ്രപഞ്ചത്തോട് സമീപിക്കണം. ഖുർആനിന്റെ അധ്യാപനം, ഇസ്ലാമിന്റെ അധ്യാപകൻ ഇങ്ങനെയാണ് പോകുന്നത്. ഈ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ഭൂമിയിൽ ഉത്തരവാദിത്വമുണ്ട്.
അത് ഭൂമി പരിപോഷിക്കുന്ന രീതിയിൽ ഇടപെടാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ്. അഞ്ചാമത്തെ കാര്യം, കെയറിങ് ഫോർ എനിമൽസ് ആൻഡ് പ്ലാൻ ലൈഫ്. നമ്മൾ മൃഗങ്ങളെയും അതുപോലെ വൃക്ഷങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. സുനനു അബൂദാബൂദിലെ ഹദീസ് കാണാം, മൻ ഖതഅ സിദ്റത്തൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ. മനുഷ്യന് തണലേകുന്ന ഒരു മരം അതൊരാൾ മുറിച്ചു കളഞ്ഞാൽ അവന്റെ തലയെ അള്ളാഹു നരകത്തിലാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്ര പോലും നശീകരണം മനുഷ്യൻ ചെയ്യരുത്, അനാവശ്യമായി ഒന്നും നശിപ്പിച്ചു കളയരുത്. അപ്പൊ പ്രപഞ്ചത്തോട് മനുഷ്യൻ സമീപിക്കേണ്ട രീതികൾ ഇത്രയും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, കാലാവസ്ഥ നല്ല രീതിയിൽ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഈ അന്തരീക്ഷം മലിനമാകുന്ന രീതിയിലുള്ള, പൊളൂട്ടഡ് ആകാൻ കാരണമാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ ചെയ്യരുത്. പിന്നെ മലിനീകരണം ഇല്ലാതാക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക, വേസ്റ്റ് നമ്മൾ തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഭരണകൂടങ്ങളും മറ്റുമൊക്കെ അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സഹകരിക്കുക. അതുപോലെ പുതിയ പദ്ധതികൾ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ആ വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായപ്പെടുക. അപ്പൊ കഴിവുള്ള വളർന്നു വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആ വിഷയ സംബന്ധമായി ഗവേഷണങ്ങൾ നടത്തുക. എന്നിട്ട് സമൂഹത്തിന് നേതൃത്വങ്ങൾ നൽകുന്ന ഗവൺമെന്റ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് അതിനാവശ്യമായ ഇൻഫർമേഷൻ നൽകുക. ഇടപെടേണ്ട ഓരോ പൊസിഷനിലിരിക്കുന്നവരും അതിന് പറ്റുന്ന രീതിയിൽ ഇടപെടുക. പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി, ഒരു സ്ഥിരത നിലനിൽക്കാൻ ആവശ്യമാകുന്ന രീതിയിൽ എല്ലാറ്റിലും മിതത്വം പാലിക്കുക. വീണ്ടും ശുദ്ധീകരിക്കാൻ പറ്റുന്നവ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക. അങ്ങനെ എപ്പോഴും ഒരു സമൃദ്ധമായ ജീവിതം നയിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലെ ഈ അധ്യാപനങ്ങളിലെ ഇന്ന് ഏതാനും ആയത്തുകൾ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് ഇടപെടുന്ന സമയത്ത് ഇത്രയും പ്രാധാന്യത്തോടെ ഇടപെടണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അള്ളാഹു ആ മതത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.